ആൻഡ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് സ്മൈൽസ് വിത്ത് ഉണ്ണിമായ. അപ്പോൾ ഞങ്ങളുടെ തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഞങ്ങൾ ഗോൾഡൻ ബീച്ച് പട്ടായയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30 അപ്പോൾ അതുവരെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങളൊരു ഏർലി ചെക്കിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 600 ബാത്ത് എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിന് ഓപ്പോസിറ്റാണ് ക്യാപിറ്റൽ മോൾ എന്ന് പറയുന്ന മോളുള്ളത്. അപ്പം അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു KFCന്ന് ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു മോളിനകത്ത് കുറച്ച് നേരം കറങ്ങി നടന്നു. അപ്പോൾ ഞങ്ങളിവിടെ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സാണ്. ഞാനിത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴും മാംഗോ സ്റ്റിക്കി റൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണ്ട, നമ്മളെന്തായാലും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും എന്നറിയാം. അപ്പം അവിടെ നിന്ന് നോക്കാമെന്ന് വെച്ചു. നമ്മളിങ്ങോട്ടാണ് പോകുന്നത് ഐലൻഡ് പോണി ടൈഗർ പാർക്ക് ലോട്ടിംഗ് മാർക്സ്. പിന്നെ ഇങ്ങോട്ടാ പോകുന്നത് പിന്നെ നമ്മളെങ്ങോട്ട് പോകും? 7:30 വരെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, നമ്മൾ എത്ര മണിക്കാണ് ഇറങ്ങിയത്? ഒരു 2:30 ആയോ? ആ ടൈം എത്രയായി? സോറി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ടൈഗർ പാർക്കാണ്. അപ്പോൾ ടൈഗർ പാർക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എൻട്രി ഫീ ഒക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എക്സ്ട്രാ എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അത് ഓരോ സൈസ് ഉണ്ട് കേട്ടോ, സ്മോൾ, ലാർജ്, മീഡിയം, XL അങ്ങനെയല്ല. ഞങ്ങളൊരു മീഡിയം സൈസാണ് ചൂസ് ചെയ്തത്. അതിനൊരു എക്സ്ട്രാ 800 ബാത്താണ് നമ്മൾ ഒരാൾക്ക് പേ ചെയ്യേണ്ടത്. അപ്പോൾ പെർ ഹെഡ് 800 വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈഗറിനോടൊപ്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അപ്പം ഇതുവരെ വന്നതല്ലേ, എന്തായാലും ചെയ്യാം എന്ന് തന്നെയായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ഞങ്ങളങ്ങനെ അത് ചൂസ് ചെയ്തു. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടു. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ടൈഗേഴ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ചിലരിങ്ങനെ ടേബിളിൽ കിടന്ന് ഭയങ്കര ഉറക്കമായിരിക്കും, പക്ഷെ ചിലർ ഭയങ്കര ഇങ്ങനെ പൂളിലൊക്കെ കിടന്ന് കുളിക്കുകയായിരിക്കും, നടക്കുകയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ എന്താണ് എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഉള്ളിലുണ്ട്. കാരണം ടൈഗറിൻ്റെ അടുത്ത് പോയി നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ ചുറ്റിനും എല്ലായിടത്തും ടൈഗറാണ്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂട് പൊളിച്ച് വന്നാലും നല്ലൊരു ഒരു നേരത്തെ നല്ല ഒരു ആഹാരം അവർക്ക് കിട്ടുമല്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ കേജിനകത്ത് കയറ്റും, പിന്നെ ഒരു കേജ് അടയ്ക്കും. നമ്മുടെ കൂടെ ഒരു 1, 2, 3 പേര് കാണും കേട്ടോ. അപ്പോൾ ഈ കേജിനുള്ളിൽ തന്നെ ഒരു 2 ടൈഗർ ഉണ്ട്. ഒരാൾ പൂളിൽ കിടക്കുകയാണ്, ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ടൈഗർ എന്തോ അടിച്ചിങ്ങനെ സെറ്റായിരിക്കുന്ന പോലെ അനങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റവനും അത് തന്നെ പൂളിൽ കിടക്കുകയാണ്. ഇവൻ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്താലും നമുക്ക് പണി കിട്ടും കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, അവർ അത്രത്തോളം ട്രെയിൻഡ് ആയിരിക്കും. പിന്നെ ചുറ്റിനും അവരുടെ ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവരനങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ എല്ലാവരും ഇങ്ങനെ മാറി മാറി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്തു. എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, പേടിയുണ്ട്. ഇത് അനങ്ങുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോകും കേട്ടോ. ഞാൻ തുടങ്ങുന്നപ്പോഴും ഒന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ആദ്യം പോയ കോൺഫിഡൻസ് അതിൻ്റെ ഒരു അനക്കത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചാൽ വേണ്ടത് ഞങ്ങൾ പറയുള്ളൂ കേട്ടോ. അതൊരു 1 ടൈം എക്സ്പീരിയൻസ് ആണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എൻട്രി ഫീയും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നമ്മുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതിൽ നമ്മുടെ ഡ്രൈവർ തന്നെ എല്ലാം കണക്ട് ചെയ്ത് തരും കേട്ടോ. അല്ലാതെ നമ്മളെ അവിടെ ഇറക്കി വിട്ടിട്ട് അവർ പോവില്ല. അവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് ഉള്ളിൽ കയറ്റി വിടുന്നതെല്ലാം അവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഗാലറി പോലൊരു സംഭവമാണ്
ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഇതിനകത്ത് ശരിക്കും ഫ്രൂട്ട്സ്, ജ്യൂസ്, ഐസ്ക്രീംസ്, അതുപോലെ തന്നെ നമുക്ക് ക്ലോത്ത്സ്, അങ്ങനത്തെ ഷോപ്സൊക്കെ ഒരുപാടെണ്ണം ഉണ്ട്. അതുപോലെ നമുക്ക് സുന്ദരികളായി ഒരുങ്ങി നിൽക്കുന്ന ആളുകളെയും കാണാൻ പറ്റും കേട്ടോ. ലേഡി ബോയ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിലും നമ്മൾ ടിപ്സ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറി ബോട്ടിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു പടിയിലിരിക്കാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ നിരന്നാണ് ഞങ്ങൾ 5 പേര് ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് 5 പേർക്കായിട്ടുള്ള ഒരു ബോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഷോപ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുള്ളവർക്ക് നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഇനി ഞങ്ങളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ. തായ്ലൻഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമേ എല്ലാവരും പറയുന്നത് അത് കഴിക്കണം, അത് കഴിച്ചു നോക്കണം എന്നൊക്കെയാണ് കേട്ടോ. അപ്പം പലർക്കും പല ടേസ്റ്റാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. എനിക്ക് ഇവിടുത്തെ മാംഗോ ഭയങ്കര ഇഷ്ടമായി. മാംഗോ എന്നല്ല, ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സിനും ഒരു പ്രത്യേക രുചിയാണ്. ഭയങ്കര മധുരമാണ് കേട്ടോ. അതും നമ്മുടെ നാട്ടിലെ മാങ്ങയുടെയും പേരക്കയുടെയും ഒന്നും രുചിയല്ല. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വിശപ്പ് മാറും, ദാഹം മാറും, അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുക കേട്ടോ. പക്ഷേ മാംഗോ സ്റ്റിക്കി റൈസ് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ പലർക്കും പല ടേസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നൈനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം ഞങ്ങളൊക്കെ ഓക്കെ കുഴപ്പമില്ല, വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനം കിട്ടി. അതാണ് കരിക്കിൻ്റെ ഐസ്ക്രീം, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എന്ന് പറയുന്നത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതാണ് ഇവിടത്തേക്ക് മെയിൻ ഐറ്റം, ക്രോക്കഡൈൽ ബാർബിക്യൂ. ഇതുണ്ടോ, അവർ ഒരു ക്രോക്കഡൈലിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ബാർബിക്യൂസാണ്. നമുക്ക് ആ സ്റ്റിക്ക് വാങ്ങിക്കാൻ എത്ര 50 ബാത്ത് 60 ബാത്ത് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല. ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡൂറിയാൻ. അപ്പം ഡൂറിയാനും ഞങ്ങൾ ട്രൈ ചെയ്തില്ല. വല്ലാത്ത സ്മെല്ലാണ്. ഈ ക്രോക്കഡൈലിൻ്റെ അടുത്തും ഡൂറിയാൻ്റെ അടുത്തും ഒരു വല്ലാത്ത സ്മെല്ലാണ്. എനിക്കെന്തോ അതൊന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ല് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കഴിവതും മാക്സിമം ഇങ്ങനെയുള്ള ലോക്കൽ ഫുഡ്സൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ പുഴു, അങ്ങനെയുള്ള ഐറ്റംസ്. പുഴു, വെട്ടില്, തേള്, ഇതിനെയൊക്കെ ഇങ്ങനെ പൊരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ ഇത് കഴിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണം എന്നെൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ നേരിട്ട് കണ്ടപ്പം ഇതൊന്നും ട്രൈ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആരും തന്നെ ഇതൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് എന്താണ് ഐറ്റം എന്ന് കണ്ടു. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ബോട്ടിൽ പോയിട്ട് ബോട്ടിൽ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് എൻട്രൻസ് എക്സിറ്റിലേക്ക് നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, അവർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടു. ഇങ്ങനെ കുറേ പേരിങ്ങനെ ഒരുങ്ങി വരുന്നു. എനിക്കൊന്നും അവരുടെ ടൈം ആവുന്നുള്ളൂ എന്നറിയില്ല. അവരൊരുപാട് പേരിങ്ങനെ ഒരുങ്ങി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ടൈമിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേരെ കണ്ടു. പിന്നെ എല്ലായിടത്തും ഇവിടെയുള്ളൊരു പ്രത്യേകതയാണ്, എല്ലായിടത്തും നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോസ് അവരെവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്ലിക്ക് ചെയ്യും. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല അടിപൊളി ഫോട്ടോസാണ്. ഇതൊക്കെ 100 ബാത്താണ് ഒരു ഫോട്ടോയ്ക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഫോണിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങാൻ പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബുദ്ധ ടെമ്പിളിലേക്കാണ്, ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. അപ്പോൾ ഇത് ശരിക്കും കാണണം കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. എന്താ പറയുക, വലിയ ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് അവിടെ ഉള്ളത്. അതൊരു അമ്പലം പോലെ തന്നെയാണ്. ഒരുപാട് പേര് വന്ന് വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അമ്പലം പോലെ തന്നെയാണ് അവർ അത് കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഇവിടുത്തെയൊക്കെ ടെമ്പിൾസിൽ കയറുമ്പോൾ നമ്മൾ അവരുടെ ഡ്രസ് കോഡ്സ്, അതുപോലെ തന്നെ സ്കാർഫ് ധരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള തീരെ ഷോർട്ട് ഡ്രസ്സ് ഇടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ടെമ്പിൾസൊക്കെ അങ്ങനെയൊക്കെ അവർക്ക് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്.
അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും സീയുടെ ചുറ്റിനും കുറേ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അൽക്കസാർ ഷോ കാണാനാണ് കേട്ടോ. അതൊരു 1 hour ഷോ ആണ്, 6:30 to 7:30. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ട്രാവലേഴ്സും ഇവിടെ ഈ ഒരു 1 hour സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഡാൻസും അവർ നന്നായി ഒരുങ്ങി അവരുടെ ആ ഒരു ഭയങ്കര രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെ കണ്ടുകൊണ്ടിരിക്കാനൊരു രസമാണ്. ഒരു 1 hour നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബോറടിച്ചു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ തലേദിവസത്തെ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ബോറടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് പ്ലസൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് അൽക്കസാർ ഷോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവരെല്ലാം ഈ കാണുന്ന എല്ലാ സുന്ദരികളും പുറത്തിറങ്ങും കേട്ടോ. ഈ പുറത്തിറങ്ങിയിട്ട് ഇവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകം അവർക്ക് ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇവർ പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളും അതിനൊന്നും നിന്നില്ല, ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനി ഡിന്നർ കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ ചിക്കൻ മാത്രമേ പക്ഷേ ട്രൈ ചെയ്തുള്ളൂ. ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ലോക്കൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ കണ്ട ഇവിടെയും മാംഗോ സ്റ്റിക്കി റൈസ് ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ ചിക്കൻ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു ഹാഫ് കുക്ക്ഡ് ഐറ്റംസ് ആണ് ഇവർ തരുന്നത്. അപ്പം ഞങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇംഗ്ലീഷും കംപ്ലീറ്റ്ലി ആർക്കും മനസ്സിലാവില്ല. അപ്പം നമ്മൾ പതുക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.